മെത്രാന്മാരുടെ തൊഴുത്തിൽ തപ്പിയാൽ പൂഞ്ഞാർ കേശവനെ പൊക്കാം. വലിയ വയറും തള്ളി ദിവസക്കൂലിക്ക് സംഘിച്ചാനലിൽ വന്നിരുന്ന് വർഗീയ വിഷം വമിപ്പിക്കുകയും വിടുവ അടിക്കുകയും ചെയ്ത കേരളത്തിന്റെ പൊതുശല്യവും സാമൂഹിക വിപത്തുമായി മാറിയ PC എന്ന പരമചറ്റ എന്ന് അപ്പൻ അറിഞ്ഞു പേരിട്ട പൂഞ്ഞാർ കേശവനൊടുവിൽ ഒളിവിൽ പോയി. ജനം TV-യിലൂടെ നടത്തിയ മതവിദ്വേഷ പരാമർശത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ച് PC-യുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് PC നിന്ന നിപ്പിൽ മുങ്ങിക്കളഞ്ഞത്. സർവരാലും വെറുക്കപ്പെടുന്ന PC എന്ന പെടുമാരണത്തെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് ഈ വൃത്തികെട്ടവന് ഇല്ലാത്ത പ്രാധാന്യം കൊടുക്കേണ്ട എന്ന പോലീസിന്റെ തീരുമാനം എന്തുകൊണ്ടും ഉചിതമായി. അല്ലെങ്കിൽ ഈ വൃത്തികെട്ടവനെ അറസ്റ്റ് ചെയ്തേ എന്ന് പറഞ്ഞ് ചാണകക്കൂട്ടിൽ കയറിയ കാസക്കുട്ടന്മാർ ഇപ്പോൾ നിലവിളി ശബ്ദം വിട്ട് അമറി വിളിച്ചേനെ. ഈ PC-യെ ചെയ്യേണ്ടുന്നത് ആ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ആ മുണ്ടുപൊക്കി ആ ചന്തിക്കിട്ട് നല്ല ചൂരൽ വെച്ച് അറഞ്ചാം പുറഞ്ചം പിട കൊടുക്കുക. എന്നിട്ട് സ്വല്പം മുളകും പുരട്ടി ആ സ്റ്റേഷന്റെ പിറകിൽ കൊണ്ടുപോയി വൈകിട്ട് വരെ നിർത്തുക. അതല്ലാതെ ഇവൻ ഇല്ലാത്ത വിലയുണ്ടാക്കുന്ന അറസ്റ്റ് നാടകം നടത്തി വെറുതെ മാധ്യമ വാർത്ത ആക്കരുത്. സംസ്ഥാന പോലീസ് വളരെ വിവേകത്തോടെയാണ് PC-യുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയപ്പോൾ പ്രവർത്തിച്ചത്. 2 മണിക്ക് സ്റ്റേഷനിൽ ഹാജരാകുവാൻ ആവശ്യപ്പെട്ട് വീട്ടിൽ കൊണ്ട് ഒരു നോട്ടീസ് കൊടുത്തു. ആ സമയം അപ്പനേതോ മെത്രാന്മാരുടെ തൊഴുത്തിൽ പ്രാണരക്ഷാർത്ഥം അഭയം പ്രാപിച്ചതിനാൽ മകൻ നോട്ടീസ് കൈപ്പറ്റി. 3 പതിറ്റാണ്ട് ജനപ്രതിനിധിയായിരുന്ന ഒരാൾ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് അംഗീകരിക്കുവാൻ കഴിയില്ലെന്ന കടുത്ത പരാമർശത്തോടെയാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞത്. ഇനി തിങ്കളാഴ്ച മാത്രമേ ജോർജിന് ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയെ സമീപിക്കുവാൻ കഴിയുകയുള്ളൂ. അതിനു മുൻപേയുള്ള അറസ്റ്റ് ഭയന്നാണ് PC ഒളിവിൽ പോയത്. കേരള രാഷ്ട്രീയത്തിലെ അവസരവാദത്തിന്റെയും കുതുകാലുവെട്ടിന്റെയും പര്യായപദമാണ് പൂഞ്ഞാർ PC. പ്രബല മുന്നണികൾ മാറി മാറി കറങ്ങി ഇടയ്ക്ക് സഭാ നേതൃത്വത്തിന്റെ പന്നിക്കൂട്ടിൽ കിടന്ന് പുളച്ചു. പള്ളിത്തന്തന്മാരുടെ കുന്നായ്മകൾ പുതപ്പിട്ട് മൂടുക എന്നതായിരുന്നു പ്രധാന പണി. മഠത്തിലമ്മമാരെ വരെ തെറി വിളിച്ചു. അതും നന്നായി ചെയ്തു. ജീവിതത്തിന്റെ അവസാന ലാപ്പിലെത്തിയപ്പോൾ ഇപ്പോൾ ആർക്കും വേണ്ടാതെ സംഘപരിവാറിനൊപ്പം നിന്ന് വർഗീയത ആളിക്കത്തിക്കുക എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന പരിപാടി. PC-യുടെ നാറിയ ആ നാക്കാണ് BJP-ക്കാർ 7500 രൂപയ്ക്ക് പ്രതിമാസ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. പാലാ ബിഷപ്പിന്റെ കക്കൂസുകുഴിയിൽ നിന്നും KJP-യുടെ ചാണകക്കുഴിയിലേക്ക് വന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടിടത്തും ചെയ്യുന്നത് ഒരേ പണി: തൂറിയെറിയുക, നാറ്റിക്കുക. സംഘപരിവാർ സേനയ്ക്ക് പച്ചയ്ക്ക് വർഗീയത പറയുവാൻ ഇപ്പം സ്വല്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് PC-യുടെ ആ നാറിയ നാക്ക് വാടകയ്ക്കെടുത്ത് സ്ക്രിപ്റ്റ് കൊടുത്ത് പറയിപ്പിക്കുകയാണ്. PC-ക്ക് ഇപ്പോൾ വലിയ ഡിമാൻഡുകളൊന്നുമില്ല. ഈരാറ്റുപേട്ടയിലെ വീടിന് വെളിയിൽ ആ വയറും തള്ളി നിൽക്കുമ്പോൾ നാട്ടുകാർ കയറി തല്ലാതെ സംരക്ഷണം കൊടുക്കണം, അത്രമാത്രം. അത് സംഘപരിവാർ സേന ഏറ്റെടുത്തിട്ടുമുണ്ട്. പാർട്ടി ആഫീസിന്റെ കക്കൂസ് പോലും കഴുകുവാൻ താൻ തയ്യാറാണ് എന്ന് അന്ന് ആവേശത്തിൽ പറഞ്ഞു പോയത് PC-ക്ക് ഇന്ന് പണിയായി. കഴുകി PC-യുടെ തേഞ്ഞു എന്നാണ് വിവരം. യൂത്ത് ലീഗ് നൽകിയ പരാതിയിലാണ് ഈരാറ്റുപേട്ട പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ജോർജിനെതിരെ കേസെടുത്തിരുന്നത്. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയും ഹൈക്കോടതിയും PC-യുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. കടുത്ത നിരീക്ഷണത്തോടെയാണ് ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. പ്രഥമ ദൃഷ്ട്യ മതവിദ്വേഷത്തിനെതിരായ കുറ്റം നിലനിൽക്കും. പൊതുമധ്യത്തിൽ മാപ്പ് പറഞ്ഞ് കുറ്റകൃത്യത്തെ ലഘൂകരിക്കുവാൻ ആവില്ല. വർഷങ്ങൾ ജനപ്രതിനിധിയായിരുന്ന ഒരാളുടെ പരാമർശങ്ങൾ സമൂഹം കാണുന്നുണ്ട്. പ്രകോപനത്താലാണ് പരാമർശമെങ്കിൽ ജോർജിന് രാഷ്ട്രീയ നേതാവായി തുടരുവാൻ യാതൊരു അർഹതയുമില്ല. ഭരണഘടനാ ആശയമായ മതേതരത്വത്തെ അപകടത്തിലാക്കുന്നതാണ് PC ജോർജിന്റെ പരാമർശമെന്നും കോടതി നിരീക്ഷിച്ചു. കുറ്റക്കാർക്ക് പിഴയടച്ച് രക്ഷപ്പെടുവാൻ അവസരം ഉണ്ടാകരുത്. ഇത്തരം കുറ്റങ്ങൾക്കുള്ള ശിക്ഷാവിധി ഉയർത്തുന്ന കാര്യം നിയമ കമ്മീഷനും പാർലമെന്റും പരിശോധിക്കണമെന്നും ഉത്തരവിൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി. ജനുവരി 6 നടന്ന ജനം TV-യിൽ നടന്ന ചർച്ചയിലാണ് PC ഈ വിദ്വേഷ പരാമർശം നടത്തിയത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണ്. ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അവർ കൊന്നു. മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നാണ് ജോർജ് ചർച്ചയിൽ പറഞ്ഞത്. കുഞ്ഞാലിക്കുട്ടി, KT ജലീൽ, SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നിവരെല്ലാം ചേർന്ന് പാലക്കാട് BJP-യെ തോൽപ്പിക്കുവാൻ ശ്രമിച്ചു. ഈരാറ്റുപേട്ടയിൽ മുസ്ലിം വർഗീയത ഉണ്ടാക്കിയാണ് തന്നെ തോൽപ്പിച്ചതെന്നും PC ചർച്ചയിൽ ആരോപിച്ചിരുന്നു. PC എന്ന വൃത്തികെട്ടവനെ പാട്ടയിലെടുത്താൽ കത്തോലിക്ക സഭയും കേരളത്തിലെ സകല ക്രൈസ്തവ സഭകളും BJP-യെ സപ്പോർട്ട് ചെയ്യും എന്നാണ് അവർ നനച്ചത്. ഇപ്പോൾ മലം വാരി മടിയിൽ വെച്ച അവസ്ഥയിലാണ് BJP. കഴുകിയാൽ പോലും നാറ്റമിനി പോവില്ല. ഇവന്റെ പടം കാണുന്നത് പോലും നാട്ടുകാർക്ക് അറപ്പാണ്, വെറുപ്പാണ്. നല്ലൊരു നേതൃത്വം ഉണ്ടായാൽ,
നന്നായി പ്രവർത്തിച്ചാൽ കേരളത്തിൽ BJPക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ക്രിസ്ത്യാനികൾക്ക് ഇന്ന് BJPയോട് യാതൊരു ഐത്തമനോഭാവവും ഇല്ല. പക്ഷേ PC പോലെയും മന്ദപ്പൻ ചക്കനെ പോലെയുമുള്ള തിരികടകളെ കൊണ്ടുവന്നാൽ ഉള്ള വോട്ട് പോലും BJPക്ക് നഷ്ടപ്പെടും. അതവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതിലും എത്രയോ നല്ലതാണ് പാർട്ടിക്ക് വേണ്ടി വർഷങ്ങളായി കഷ്ടപ്പെടുന്ന യുവ നേതാക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത്. വിടുവായൻ PC നാരിത്തരങ്ങൾ കേട്ടാൽ കേരളത്തിലെ ക്രൈസ്തവർ BJP പക്ഷത്തേക്ക് വരില്ല എന്ന് മനസ്സിലാക്കുക. ഈ പൊതുശല്യത്തെ, ഈ വൃത്തികെട്ടവനെ പാർട്ടിയുടെ പേരിൽ പുറത്തിറക്കിയാൽ നല്ല പാൽപ്പായസമുണ്ടാക്കി അതിൽ ഒരു നുള്ള അമേദ്യം ഇടുന്നത് പോലെ ഇരിക്കും. പുതിയ നേതൃത്വമെങ്കിലും ഇത് മനസ്സിലാക്കണം. അവസാനമായി ആ പ്രധാന കാര്യം പറഞ്ഞില്ല. PC ഏതെങ്കിലും മെത്രാന്മാരുടെ കാലിക്കൂട്ടിൽ കാണും. അരമനയിൽ കയറ്റാൻ ഇനി സാധ്യതയില്ല. പോലീസ് വെറുതെ പോയി പിടിച്ച് നാറരുത്. ടെൻഷൻ അടിച്ച് ഡൽഹി വരെ പോയി ഒരു മുൻകൂർ ജാമ്യവുമായി വരട്ടെ. അതുവരെ നാട്ടിൽ സ്വസ്ഥതയുണ്ടാവുമല്ലോ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.